സാറേ, ബംഗ്ലാദേശിൽ ഈ ചില സമരങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ അവിടെ ഭരണം പൂർണ്ണമായി തകർന്നിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഭരണമുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു കാവൽ സർക്കാരിനാണ്. അതിപ്പോൾ അറിയാലോ, ഇപ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ ആക്രമണമാണ് പിന്നീട് നടക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ബംഗ്ലാദേശിലും ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ. അവിടെ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ ഇത്തരം ശക്തികളുടെ കയ്യിലേക്ക് ഭരണം എത്തുമെന്ന് പറയുന്ന ചില വിവരങ്ങളുണ്ട്. അത് കൃത്യമാണോ? അതായത് ഈ ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള ഒരു അട്ടിമറി ഉണ്ടായി. ഇപ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങളെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ പാകിസ്ഥാൻ വളരെ സന്തോഷിക്കുകയാണ്. കാരണം അവിടെ ഉള്ള ന്യൂനപക്ഷങ്ങളെ മുഴുവൻ അമർച്ച ചെയ്യുന്നതിൽ പാകിസ്ഥാൻ വലിയ സന്തോഷമാണ്. പക്ഷെ പാകിസ്ഥാന്റെ സ്ഥിതി നമ്മൾ ആലോചിക്കണം. അവിടെ വല്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുമാണ്. നമ്മൾ കേട്ടതാണ്, അവിടെ 1 കിലോ ആട്ടയ്ക്ക് 3000 രൂപയോ, പെട്രോളിന്റെ വില 400 500 ഒക്കെ കടന്നുപോയി. അവിടെ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഭക്ഷ്യക്ഷാമവും ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാര് നരേന്ദ്രമോദിയെയാണ് വിളിച്ചത്. തൊട്ടയൽപക്കത്തെ രാജ്യമായ ഇന്ത്യയെ കണ്ടുപിടിക്കൂ, അവിടുത്തെ പ്രധാനമന്ത്രിയെ കാണൂ എന്നൊക്കെ പറഞ്ഞാണ് ഫേസ്ബുക്കിൽ ചെറുപ്പക്കാർ പോസ്റ്റ് ഇട്ടത്. ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കൂ എന്നാണ് മോദിയോടെ വിളിച്ചത്. അപ്പോൾ അത്രത്തോളം അവിടെ പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമെന്ന് പറഞ്ഞാൽ, എപ്പോൾ ഭരണം ഉണ്ടായാലും ആ ഭരണത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അമർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സൈനികമാണ്. പട്ടാളമാണ് എപ്പോഴും അവിടെ ഭരണം നടത്തുന്നത്. ഏത് രാഷ്ട്രീയ രീതിയിൽ അവിടെ ഭരണം പിടിച്ചെടുത്താൽ പോലും പട്ടാളം ഭരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ തവണയും ഭരണകർത്താക്കളെ ഈ പട്ടാളം പുറത്താക്കുകയും പിന്നീട് നാടുകടത്തുകയും അല്ലെങ്കിൽ ജയിലിലടക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പൊ നോക്കിയാണ്, നമുക്കറിയാം ഇമ്രാൻഖാൻ ജയിലിലാണ് കഴിയുന്നത്. ഇമ്രാൻഖാന്റെ പാർട്ടിയാണ് PTI. ഇപ്പോൾ അവിടെ PTI വലിയ പ്രക്ഷോഭത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ഭരണാധികാരിയായ ഇമ്രാൻഖാനെ ജയിലിലടച്ച് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷഹബാസ് ഷെറീഫിനെതിരെ ഇപ്പോൾ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പൊ ബംഗ്ലാദേശിലെ അവിടുത്തെ ഭരണാധികാരിയെ എങ്ങനെ പുറത്ത് ഇറക്കിയോ അതേ തരത്തിലുള്ള സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ അജിത് ഡോവലിന്റെ കരങ്ങളുണ്ട് എന്നും പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കുക. നമുക്ക് യുദ്ധം എന്ന് പറയുന്നത് പല തരത്തിൽ വരുന്നുണ്ട്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ യുദ്ധങ്ങളുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം, അതുപോലെ ഇസ്രായേൽ 4 വഴിക്കൂടെയും നിന്നുകൊണ്ടുള്ള യുദ്ധവും ഒക്കെ നടക്കുകയാണ്. പക്ഷേ ആഭ്യന്തര യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, ആ രാജ്യം തകർന്നടിയാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് ആഭ്യന്തര യുദ്ധത്തിലൂടെ. അവിടുത്തെ ഭരണാധികാരിയെ പുറത്താക്കും. അതുപോലെ തന്നെ അവിടെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി മാറും. രാഷ്ട്രീയ പ്രതിസന്ധി രൂപം കൊള്ളും. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ തകർച്ച സംഭവിക്കും. ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക, മോചിപ്പിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളും അണികളും ഒക്കെ തന്നെ കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ കലാപത്തിൽ ഏർപ്പെടുന്നത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് നേരെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു രാജ്യത്തിനകത്ത് ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കുന്നതിൽ അജിത് ഡോവലിന്റെ കരങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം ഡോവൽ അവിടെ ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര യുദ്ധം നടത്തുന്നതിൽ അജിത് ഡോവല് ഇടപെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുമായിട്ട് എന്നും ശത്രുതയിൽ തന്നെ നിൽക്കുന്ന ഇടമാണ് പാകിസ്ഥാൻ. നമുക്കറിയാം, കാശ്മീരിലേക്ക് തീവ്രവാദികളെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്ന തൊട്ടയൽപക്കത്തെ രാജ്യമാണ് ഈ പാകിസ്ഥാനികൾ എന്ന് പറയുന്നത്. അവർക്ക് എന്തുകൊണ്ട് ഇത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഉണ്ടാക്കിയത് അവർ തന്നെ വരുത്തി വെച്ചതാണ്. ഒരു രാജ്യത്തിന്റെ ധനം വിനിയോഗിക്കേണ്ടത് സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ ജനങ്ങളുടെ ഭക്ഷണം, അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, മറ്റ് സുഖസൗകര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയല്ലേ. പക്ഷേ എന്നും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ചെലവഴിച്ചിട്ടുള്ളത്
അവിടുത്തെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. തീവ്രവാദം ഉൽപ്പാദിപ്പിക്കുന്ന, തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ വാളെടുത്തവൻ വാളാലെ എന്ന് പറയുന്നത് പോലെയാണ് പാകിസ്ഥാന് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ കരങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് നാശം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവിടുത്തെ ഭരണാധികാരി ഷെരീഫിന് ഒരുപക്ഷെ നാടുവിടേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും, ഇമ്രാൻഖാനെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഒരു ആഭ്യന്തര യുദ്ധം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അജിത് ഡോവൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഭാവിയില് പാകിസ്ഥാനെ നേരായ രീതിയിൽ വരാനുള്ള ഒരു വഴി ഉണ്ടാക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയോട് ഇനി ഈ കളി വേണ്ട, ആ കളി നിങ്ങൾക്കാപത്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അജിത് ഡോവൽ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അജിത് ഡോവലിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ ഒരു രാജ്യവുമായിട്ട് ഏത് തരത്തിലുള്ള നയതന്ത്ര ബന്ധം കൊണ്ടുവന്ന് ആ രാജ്യവുമായിട്ട് സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിലൊക്കെ തന്നെ കൊണ്ടുവന്ന് വിജയിപ്പിച്ചിട്ടുള്ള ആളാണ് ഡോവല്. നമുക്കറിയാം, ഇപ്പോൾ ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ മഞ്ഞുരുകിയത് ഡോവലിന്റെ തന്ത്രങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ശ്രീലങ്കയിലെ ഇന്ത്യ വിരുദ്ധ ശക്തികളൊക്കെ നേരിടാൻ ഒന്നിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ ശ്രീലങ്കയെ കരുവാക്കിക്കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനെയും അജിത് ഡോവൽ തകർക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പാകിസ്ഥാനിൽ ഇപ്പോൾ ഇത്തരത്തില് ബംഗ്ലാദേശിന് സമാനമായിട്ടുള്ള രീതിയിൽ ഒരു അട്ടിമറി ഉണ്ടാകുമ്പോൾ ആ രാജ്യത്ത് പലതരത്തിലുള്ള നാശത്തിലേക്കായിരിക്കും പോകുക എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇമ്രാൻഖാൻ അതോടുകൂടി പുറത്തേക്ക് വരും. മറ്റൊരു രാജ്യത്ത് ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കുന്നതിൽ ഡോവല് അവിടെ വിജയിക്കുകയും ചെയ്യും. ആ ആഭ്യന്തര യുദ്ധത്തിലൂടെ ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കുകയും ചെയ്യും. ഇനി ഒരു കാലത്തും പാകിസ്ഥാൻ നമ്മളിലേക്ക് വേറൊരു തരത്തില് ഒരു തീവ്രവാദികളെ കയറ്റിവിടുന്നതിലോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ വരില്ല എന്ന് ഇതിലൂടെ ഉറപ്പാവുകയും ചെയ്യും. അപ്പോൾ പാകിസ്ഥാനിൽ സ്ഥിതിഗതികൾ ആകെ മാറുകയാണ്. അവിടെ കഴിഞ്ഞ കുറെ കാലമായി ഇമ്രാൻഖാൻ അന്ന് ഭരിച്ചിരുന്നപ്പോൾ നിരന്തരം ഇന്ത്യക്കെതിരെയായിരുന്നല്ലോ. ഇന്ത്യക്കെതിരെയായിരുന്നു. പക്ഷെ ഇനി അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ ഇമ്രാൻഖാനോടുള്ള ഒരു അനുഭാവം ഒന്നും പ്രഖ്യാപിച്ചുകൊണ്ടല്ല. പക്ഷെ അവിടെ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആ രാജ്യം മറ്റാരോടും ഇനിയും കളിക്കരുത്, ഇന്ത്യയോടെ കളിക്കരുത് എന്നുള്ള ഒരു താക്കീത് കൂടിയാണ് ഇവിടെ ഈ അജിത് ഡോവലിന്റെ ഈ കളിയുടെ പിന്നിലുള്ളതെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്.